ഹൈദരാബാദിൽ സ്ത്രീയുടെ മാല പൊട്ടിച്ച കള്ളനെ ജീവൻ പണയപ്പെടുത്തി പിടികൂടിയത് ഒരു ഓട്ടോ ഡ്രൈവറാണ്. പ്രഭാത നടത്തത്തിനിറങ്ങിയ 2 സ്ത്രീകളിൽ ഒരാളുടെ മാല പൊട്ടിച്ച് കടന്നുകളയാൻ അക്രമിയെ സധൈര്യം ഓട്ടോ തൊഴിലാളി നേരിടുകയായിരുന്നു. മുഹമ്മദ് സഹർ എന്ന ഓട്ടോ തൊഴിലാളിയുടെ ധീരതയെ ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ അഭിനന്ദിച്ചു. മാർച്ച് 4-ന് നടന്ന സംഭവത്തിന്റെ ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ഹൈദരാബാദിലെ ഗോഷാമഹൽ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള ജിൻസി ചൗഹാരക്കിന് സമീപത്തെ ബീഗം ബസാർ പ്രദേശത്താണ് പിടിച്ചുപറി ഉണ്ടായത്. മരുമകളോടൊപ്പം പ്രഭാത സവാരിക്കിറങ്ങിയ മഞ്ജു ഓംലത എന്ന സ്ത്രീയുടെ കഴുത്തിൽ നിന്നാണ് മാല പൊട്ടിച്ചത്. ദാബിർപുര സ്വദേശി മുഹമ്മദ് സൊഹൈലാണ് അതിക്രമം നടത്തിയത്. മാല പൊട്ടിച്ചതിന് പിന്നാലെ അതിവേഗം പോകാനുള്ള ശ്രമത്തിനിടയിൽ മുഹമ്മദ് സൊഹൈൽ താഴെ വീണു. ഈ സമയത്ത് നേരെ വിപരീത ദിശയിലൂടെ പോകുകയായിരുന്ന ഓട്ടോ ഡ്രൈവർ മുഹമ്മദ് സഹർ തന്റെ വാഹനത്തിന്റെ സൈഡ് മിററിലൂടെ ബഹളം ശ്രദ്ധിച്ചു. സഹർ ഒട്ടും വൈകാതെ ഓട്ടോ തിരിച്ച് അക്രമിക്കടുത്തേക്ക് പാഞ്ഞെത്തി. മറ്റു വഴികൾ ഇല്ലെന്ന് മനസ്സിലാക്കിയ മുഹമ്മദ് സഹർ തന്റെ ഓട്ടോ കൊണ്ട് അക്രമിയെ ഇടിച്ചിട്ടു. പിന്നാലെ കള്ളൻ വടികൊണ്ട് സഹറിനെ ആക്രമിക്കുകയായിരുന്നു. എന്നാൽ ഓട്ടോ തൊഴിലാളിയായ മുഹമ്മദ് സഹർ പോലീസ് പെട്രോളിംഗ് സംഘം സ്ഥലത്തെത്തുന്നതുവരെ ജീവൻ പണയപ്പെടുത്തി അക്രമിയെ തടഞ്ഞു നിർത്തി. പക്ഷേ അക്രമി പിടിയിലായതോടെ ഓട്ടോയുമെടുത്ത് ആ ധീരനായ മനുഷ്യൻ വീട്ടിലേക്ക് പോയി. ഉന്നത പോലീസ് ഉദ്യോഗസ്ഥർ കാര്യമായ അന്വേഷണം നടത്തിയാണ് മുഹമ്മദ് സഹറിനെ കണ്ടെത്തിയത്. തുടർന്ന് അദ്ദേഹത്തെ ബഞ്ചാര ഹിൽസിലെ TGICCയിൽ വെച്ച് പോലീസ് കമ്മീഷണർ VC സജ്ജനാർ ആദരിച്ചു. ധീരതയ്ക്ക് ക്യാഷ് അവാർഡും അഭിനന്ദന സർട്ടിഫിക്കറ്റും നൽകിയാണ് മുഹമ്മദ് സഹറിനെ പോലീസ് ഉദ്യോഗസ്ഥർ യാത്രയാക്കിയത്. പിടിക്കപ്പെട്ടയാൾ റൌഡി ലിസ്റ്റിലുള്ള സ്ഥിരം ക്രിമിനലാണെന്ന് പോലീസ് അറിയിച്ചിട്ടുണ്ട്. 16 ക്രിമിനൽ കേസാണ് ഇയാളുടെ പേരിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. നാഷണൽ ഡെസ്ക് ന്യൂസ് മലയാളം.